ബാക്കിയുള്ളതിന് ബുദ്ധിമുട്ടിക്കാൻ. ഇങ്ങോട്ട് തന്നേക്കൂ സാർ. ഓ ഇത് എന്നാ അഴുക്കാന്ന്? ഇതൊന്നും നമ്മുടെ ആരും ശ്രദ്ധിക്കുന്നില്ലയോ? വട്ടനാന്ന് തോന്നുന്നു. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സർക്കാർ ഓഫീസ് വൃത്തിയാക്കുവോ? ഡോ ഇങ്ങോട്ട് ഇറങ്ങി വാടൂ. സാറിന് കരുതി നിന്നോണേ. ഞാൻ മോളിൽ കണ്ടില്ലായിരുന്നു കേട്ടോ. ഏതൊക്കെ പൊടിയായിരുന്നു. എന്താ ഇത്? സോറി. ഇത് ആരാന്നറിയാവോ? തഹസിൽദാരാണ്, തഹസിൽദാർ. ആന്നോ? അയ്യോ എനിക്ക് സാർ ഒരു മിനിറ്റ് കേട്ടോ. ബോംബാണോ? പൊട്ടുമ്പോ അറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. എംപ്ലോയ്മെന്റ് വേക്കൻസിയിൽ വന്നതാ. പ്രിയദർശൻ എന്നാ പേര്. പ്രിയൻ എല്ലാരും വിളിക്കുന്നത്. തോന്നക്കാടാ കേട്ടോ സ്ഥലം. രാവിലെ 6 മണിക്ക് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നായിരുന്നു. അവിടെ വെച്ചാൽ വല്യപ്പം ഗുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അഡ്രസ് തപ്പി പിടിച്ച് നേരെ ഇങ്ങ് പോകും. അതൊക്കെ ശരി. താനെന്തിനാ ഇതിന്റെ മോളി വലിഞ്ഞു കയറിയത്? അത് ഈ സാറേ ഈ വീടും നമുക്ക് വൃത്തിയായിട്ട് ഇടുന്ന ഞങ്ങൾ തോന്നക്കാടുകാർക്ക് സഹിക്കല. അവിടെ ഓഫീസിനവിടെയൊക്കെ ഭയങ്കര കാടും മുടൽ വരുന്നേ. കുറെയൊക്കെ ഞാൻ വെട്ടി തെളിച്ചു. സാറേ പാമ്പൊക്കെ ഉണ്ടായിരുന്നേ. അത് വല്ല അണലി ആയിരിക്കും, ഒന്നും ചെയ്യില്ലല്ലോ. സാറേ അതെ ആണ് ഈ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ കീറി സ്റ്റിക്കറെ കൊണ്ട് ഒട്ടിക്കാവും. ഇതിപ്പോ സാറോ ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും കീറി കളഞ്ഞാൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. 10-15 വർഷമായിട്ടുള്ള ശീലമാണ്. ആണ്ടെ ഇപ്പോ ഷീറ്റ് അടിക്കേണ്ട സമയം. നിന്നെ പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നീ വാ. പേര് മതി നടത്തിച്ചത്. ഏഴാമത്തെ 12ാമത്തെ സീനുകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കേൾക്കണം. സീനുകൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്റെ കഥയിൽ ജീവിതമില്ല, ചിന്തയില്ല. ഒരാൾക്കുള്ളതല്ലേ ഉൾപ്പെടുത്താൻ പറ്റും. ഇൻട്രോയിൽ വരെ അച്ഛൻ ഒന്ന് കേട്ടു നോക്ക്. ഇതെന്നാ കഷ്ടമാ എന്റെ കർത്താവ്. ഇവിടെ വൈശാഖന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. താനിത് മറ്റേതെങ്കിലും പ്രൊഡ്യൂസർ കൊടുക്കുക. അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. എന്നതാടോ അച്ചായ, ഞാൻ ഈ പടത്തിന് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുക. ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി കാത്തിരിക്കുക. 5-10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഒരു തല്ലിപ്പൊളി കഥയ്ക്ക് ഞാൻ തലവെച്ച് കൊടുക്കുകയല്ല. ദൈവം ഇതിന് കഥ പറയാൻ എന്റെ അടുത്ത് വരരുത്. വിശക്കുന്നേ വല്ലതും കഴിച്ചേച്ചു പോ. ആരാ ആരാ അങ്ങനെ പോയാലോ? ഈ നിൽക്കുന്ന വൈശാഖ സാർ ആരാണെന്നറിയാവോ? മിണ്ടരുത് അച്ചായ, ഇതൊരു വട്ട് കേസാ. പെട്ടെന്ന് വിട്ടു. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. എന്ത് കൂവാ? അതെ, സാറിനൊരു പ്രശ്നം വരുന്നിടത്തൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. അങ്ങോട്ടല്ല സാറേ, നമുക്കൊരു കാര്യം ചെയ്താലോ? ബുദ്ധി ഉറയ്ക്കാത്ത മറ്റേതെങ്കിലും നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞാലോ? വേണ്ട. എടാ അച്ഛൻ എന്റെ കയ്യിൽ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് മനുഷ്യത്വം ഉണ്ട്. എന്തായാലും അച്ഛൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. നിർത്തന്റെ പ്രിയദർശന പിള്ളേ. വൈശാഖ സാറ് യുഗാന്തരങ്ങളായിട്ട് അനക്കാതെ വച്ചിരുന്ന അമൂല്യ നിധികളാവാ. സൂക്ഷിച്ചു നിക്കണേ, പാമ്പൂലിയൊക്കെ കാണും അവിടെ. പറയുമ്പോ വിഷമം തോന്നരുത് കേട്ടോ. നിങ്ങളൊക്കെ സമ്മതിക്കണം. ഓരോരുത്തർ തന്ന അപേക്ഷകളാണ് ഇതുപോലെ കെട്ടിക്കിടക്കുന്നത്. ഇന്നത്തെ ഉച്ചറക്കം പോയി. എന്റെ നാട്ടിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു സദാശിവം പിള്ള. കാരണം എന്നാന്നറിയോ? പ്രതീക്ഷിച്ച സമയത്ത് കാർഷിക ലോൺ പാസ്സായില്ല. ആണ്ടെ പല്ലിമുട്ട സൂക്ഷിക്കണം, പാമ്പിന്റെ മുട്ടയും കാണും. അപ്പോ സദാശിവം പിള്ള ആത്മഹത്യ ചെയ്തു. കടക്കാരെല്ലാം കൂടി വീട് വളയുന്നായപ്പോഴാ പുള്ളിക്കാരൻ കയറെടുക്കേണ്ടി വന്നതേ. ഇതുപോലൊരു ഓഫീസില് ഇതുപോലെ ഫയലൊക്കെ കെട്ടി വെച്ചിരുന്നോണ്ടാ പുള്ളി ആത്മഹത്യ ചെയ്തതേ. എന്ന് വെച്ച ഒരു ക്ലാർക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും
ഒരു കുടുംബത്തെ വഴിയാധാരാക്കാനൊക്കെ പറ്റും ഇല്ലയോ സാറേ? പിന്നെ ഈ പറഞ്ഞ സദാശിവൻ പിള്ള എന്റെ അച്ഛനാ കേട്ടോ. ഹലോ, ഇവിടെ നിന്ന് വെട്ടി വിഴിയിക്കോ. അരമണിക്കൂറെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോയിട്ടേ നേരം കുറേ ഇറക്കി വിട്. അയ്യോ അവരച്ഛന്റെ മുറിയില്ല. അതിനെനിക്കെന്താ, മണി 9 കഴിഞ്ഞു, എനിക്കിടന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ അയ്യോ, നിക്ക് ഡോക്ടറെ നിക്ക്. കുഴപ്പമുണ്ടാക്കല്ലേ, ഞങ്ങൾ വിളിച്ചുതരാം. അവളെ വിളിച്ചോ ഞങ്ങളെ. എന്തേലും ഇപ്പൊ എങ്ങനെ വിളിക്കാൻ? അയ്യോ, ഹിന്ദി വിളിക്കാൻ വളരെ എളുപ്പം. ആഹോ ആഹോ എന്ന് വിളിച്ചാ മതി അല്ലേ ഡോക്ടറെ? ഹേ, 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 നല്ല ആവോന്ന് ഒന്ന് ചെന്ന് വിളിക്കും ഞങ്ങളെ. आवो आवो। आवो। मैं चाह रही केवल प्रभु के श्री चरणों की सेवा करना। मैं कर लूंगी संतोष मिले यदि गायों की सेवा करना। बोलो मदंग बेटी शबरी यदि अन्यज तो कौन श्रेष्ठ। तुझ में तो प्रभु ही बोल रहे निश्चय होगी तू भक्त श्रेष्ठ। आंखों पर आई शबरी की आवो आवो। ആരാ? അളിയാ ഇതെങ്ങോട്ടാ? മോളിലെ മുറിയിലേക്കാ. ഡോക്ടർ ഇങ്ങോട്ട് താമസം മാറ്റുക. ഇതെന്റെ ഐഡിയ. മായയുടെ മുറി ഏതായാലും ഒഴിഞ്ഞു കിടക്കല്ലേ. അച്ഛനാണെങ്കിൽ എപ്പോഴും മായ മായ എന്ന് വിളിച്ചോണ്ടിരിക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടുന്നതിലും നല്ലതല്ലേ അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. എന്നെ നിങ്ങളെല്ലാരും കൂടി കുടിക്കല്ലേ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏതാ മുറി? മുള്ള. സാധനോട് പറഞ്ഞേ. ഈ ഒക്കെ നേരത്തെ ചുമട്ടുപടിയായിരുന്നു ജോലി. ഇടുവാടോ. എന്താ? ആ ഡോക്ടർക്ക് രാത്രി പാൽക്കഞ്ഞി യാത്രേ. ഓ, പിന്നെ 4 പൂവമ്പഴും ഒരു വലിയ ഗ്ലാസ് നിറച്ച് മുന്തിരി ജ്യൂസും. അയ്യോ, എന്നാലും എന്റെ ശിവൻകുട്ടി ഇത് എന്നോട് വേണ്ടായിരുന്നു. തെരയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. ശിവൻകുട്ടിയുടെ പൊടിയുമില്ല, മായയുടെ പുകയുമില്ല. പോലീസിലൊരു പെറ്റീഷൻ കൊടുത്തു. ഇൻസ്പെക്ടർ ഇത്തിരി പൈസ ചോദിച്ചപ്പോ ആ പെറ്റീഷൻ ഞാൻ തന്നെ തിരിച്ചു വാങ്ങി. അങ്ങനെ പോലീസിന് കൈക്കൂലി കൊടുത്ത് തിരിച്ചു വാങ്ങേണ്ട ചരക്കൊന്നും അല്ലല്ലോ നമ്മുടെ ശിവൻകുട്ടി. അല്ലേ കൂടപ്പറപ്പേ? അതെ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു വിധം സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഡോക്ടറും ഭാര്യയും കുഞ്ഞും താമസം ഇങ്ങോട്ട് മാറ്റി. ഞങ്ങളൊക്കെ പട്ടിണിയിലാ. ഓരോ ദിവസത്തെ ചെലവ് കാണുമ്പോ കണ്ണില് വെള്ളം നിറയും. അച്ഛന് ഒരു സംശയവും ഇല്ല. ചറവറാന്ന് അവളോട് സംസാരിക്കുന്ന കാണാം. അതിന് അവക്കെന്ത് മനസ്സിലാവാനാ? അതിന് മലയാളം അറിയോ? അളിയോ, ഞാൻ ആ കുട്ടിയോട് സുഖമാണെന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് അവളെ അച്ഛാന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ. പിന്നെ അച്ഛൻ അവളോട് വക്കീലിനെ വിളിക്കാൻ പറയണത് കേട്ടു. ഏത് വക്കീല്? അവള് തന്നെ വക്കീല്. വേറെ ഏത് വക്കീല്? അച്യുതൻകുട്ടി, നാരണൻകുട്ടി. എന്താച്ചാ? മായ എവിടെ? അവളെയും കൂടെ വിളിക്കാം. മായ മായ എന്ത്? മായ അവള് കുളിക്കാച്ചാ വിളിക്കണോ? ആ, അല്ലെങ്കിൽ വേണ്ട. ഇഷ്ടദാനം പറഞ്ഞു കൊടുക്കുന്ന ഈ നേരത്ത് അവളെന്തിനാ? കേട്ടോ വക്കീലേ, എനിക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. എല്ലാറ്റിലും ഇളയതാ ചിന്നമ്മു. അവളെ വളരെ മുമ്പേ ദൈവം തിരിച്ചെടുത്തു. ചിന്നമ്മു മരിക്കുമ്പോ എന്റെ മായമോള് ദേ ഇത്രേ ഉള്ളായിരുന്നു. ഒരു എലിക്കുട്ടിയെ പോലെ. എന്റെ പ്രാണന അവള്, ജീവന്റെ ജീവൻ. അവളൊന്ന് കരഞ്ഞാ മതി, എന്റെ പ്രാണൻ മുറുകും. എന്നെ ചതിക്കാത്ത, മറിച്ചൊരു വാക്ക് പറയാത്ത ആ കുഞ്ഞിനുള്ളതാ എന്റെ ശേഷിക്കുന്ന സ്വത്ത് മുഴുവൻ. അവളുടെ കല്യാണത്തിന് മുമ്പ് എനിക്കതൊന്ന് എഴുതി വെക്കണം. ഇതാ, ഇവർക്കെല്ലാം ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് എനിക്കൊരു ഇഷ്ടദാനം എഴുതി തരണം. എടാ, ഞാനീ പറഞ്ഞതൊക്കെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ചതിയായിപ്പോയല്ലോ മകളെ. കമലാക്ഷി, നമുക്കൊന്നുമില്ലേ? ഡോക്ടറെ, ഒരു കാര്യം പറഞ്ഞോട്ടെ.
ചോറ്റാനിക്കര പെടാപ്പി കേസ്റ്റേ തോട്ടം അച്യുതൻകുട്ടി എഴുതി രജിസ്ട്രേഷൻ കൊടുക്ക് ഇതിന്റെ അപ്പുറത്ത് കിടക്കണ വയല് തോട് ഫുള്ളായിട്ട് ഡോക്ടറെ എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയില്ല. അച്ഛന് തലയ്ക്ക് നല്ല സുഖമില്ല. ഈ കുട്ടിക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞോട്ട് മനസ്സിലായിട്ടും ഇല്ല. ഇഷ്ടദാനത്തിൽ ഇപ്പൊ എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് അച്ഛൻ അറിയാനൊന്നും പോണില്ല. വടക്കേ വയലും കളപ്പുരയും എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ തമ്മിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ചോറ്റാനിക്കര അച്ഛനോട് തോട്ടമുണ്ട്, മായക്കൊന്നും നോക്കി നടത്താനാവില്ല. ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ അത് എന്റെ പേരിൽ എഴുതി വെക്കും. എന്ത് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാ മതി. ടീച്ചറെ ഇതാ താക്കോല്. സുധി വരുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞേക്ക്. എന്റെ ആൻസി, നീ ഇങ്ങനെ ധൃതി കൂട്ടി പോവല്ലേ. സുധി ഒന്നിങ്ങോട്ട് വന്നോട്ടെ. അവരൊരു മരണ വീട്ടിലേക്ക് പോയതല്ലേ. അതെ, മരണ വീട്ടിലേക്ക് പോയി മറ്റുള്ളവരൊക്കെ തിരിച്ചെത്തിയല്ലോ. ഇതൊന്നും അല്ല, അവര് 3 പേരും കൂടി എവിടെയോ കറങ്ങാൻ പോയിരിക്കുക. ബാക്കി 2 പേരെ പോലെയാണോ സുധി? ഞാനും മോളോട് തനിച്ചാണെന്ന കാര്യമെങ്കിലും ഓർക്കണ്ടേ? അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. എന്നെ ഇങ്ങോട്ടെങ്കിലും ഒന്ന് വിളിക്കാൻ പാടില്ലേ? ഇത് അതുമില്ല. ഞാൻ പോവാ ടീച്ചറെ, എനിക്ക് മതിയായി. ആൻസി മോളെ, ഞാനൊന്ന് പറഞ്ഞത് കേക്ക്. ഞാനിവിടെ ഉണ്ടെന്ന ധൈര്യത്തിലാ അവൻ ഇങ്ങനെ നടക്കുന്നത്. അല്ലാണ്ട് നിന്നെ കുറിച്ചോ മോളെ കുറിച്ചോ അവന് ചിന്തയില്ലാഞ്ഞിട്ടല്ല. ടീച്ചർ എപ്പോ എന്തു പറഞ്ഞാലും സുധിയുടെ സൈഡേ പറയൂ. അല്ല, വാങ്ങിക്കോ വാങ്ങിക്കോ വാങ്ങിക്കോ. ഇനി നീ ആ വീട്ടിലേക്ക് കാലിന്റെ മൂട്ടിയാ നല്ല. ഓ എന്റെ അപ്പച്ചാ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. നിനക്കറിയാവോ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഓടാൻ പോയിട്ട് തിരിച്ചു വന്നത് 9:30 മണിക്കാ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ മനുഷ്യ, ഞാനും സൂസി ഓടിക്കൊണ്ടിരുന്നപ്പോഴേ 3-4 പട്ടികൾ ഞങ്ങളെ ഓടിച്ചിട്ടുണ്ടേ. ജീവനം കൊണ്ട് എങ്ങോട്ടൊക്കെ ഓടിയെന്ന് ഞങ്ങൾക്കന്നെ അറിയുന്നില്ല. അതുകൊണ്ടാ ഞാനും സൂസി വീട്ടിലെത്താൻ വയ്യേ. നീ നിന്റെ അമ്മയുടെ സൂസി കുറെ പട്ടികളും നീ ഇവിടെ നിൽക്കുന്ന കൊള്ളാം. ഇവിടുന്ന് വളർന്നു വരുന്ന ഈ കൊച്ചിനെ കൂടി ചീത്തയാക്കേ ഉണ്ടല്ലോ. എന്റെ പൊന്നെ അങ്ങനെ പച്ചാണ്ടി ഉമ്മ മോളെ ഇതൊന്നും കണ്ട് പേടിക്കല്ലേ. ഈ അമ്മമ്മയെ കണ്ടൊന്നും പഠിക്കരുത് കേട്ടോ. അല്ല നീ ഇതങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി? ഞാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ. അമ്മ അവിടുന്ന് വഴക്കിട്ട് പോന്നപ്പോ മോൾ ഇവിടുന്ന് വഴക്കിട്ട് അവിടേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ആരുമായിട്ട്? അവനോടെ സുധി? ആ എടി സ്വന്തം ഭർത്താവ് അവിടെ പോയി നിനക്ക് അറിഞ്ഞുകൂടി? എന്താ മോളെ, എന്താ പറ്റിയത്? എന്റെ വക്കീൽ സാറേ, അവനൊരു മരണാവസ്ഥന് പോയിരിക്കുക. പോയിട്ട് 2 ദിവസമായിട്ടും ഇവിടേക്ക് ഫോൺ ചെയ്തില്ലെന്നും പറഞ്ഞ ഈ ആൻസി പെട്ടിയെടുത്ത് പോകാൻ ഇറങ്ങിയത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട വേണ്ടാന്ന്. അന്ന് ഞങ്ങളുടെ വാക്കുകൾ തള്ളി പറഞ്ഞിട്ടേ സുധി മതിയെന്നും പറഞ്ഞ് അവന്റെ പുറകെ ഇറങ്ങി പോയില്ലേ. ഇപ്പൊ എന്തായി? വാ വന്ന് വണ്ടി കയറി. ഞാൻ വരുന്നില്ല അപ്പച്ച. വരുന്നില്ലേ? പിന്നെ നീ അങ്ങോട്ട് പോകാനാ ഇറങ്ങിയത്? അല്ല, ഞാൻ വെറുതെ അപ്പഴത്തെ ദേഷ്യത്തിന് ഇറങ്ങിയെന്നേ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? ഞാൻ അപ്പുറത്തെ ദേഷ്യത്തിന് ഇറങ്ങി പോന്നല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അള്ളേം കൊള്ളാം പുള്ളേം കൊള്ളാം. മോളെ, സുധി വരുമ്പോ അപ്പച്ചനും അമ്മച്ചും വന്നിട്ട് പോയത് പറയണം കേട്ടോ. ശരി അമ്മച്ചി. ഇതെന്താ, എന്തിനാ ഈ ചെടി ഇവിടെ വെച്ചത്? ഇതിനകത്തൊന്നും ഇല്ലല്ലോ, വേറെ തലയിലായിരിക്കണം. അയ്യേ. ആ എന്താ എന്താ എന്താന്നോ നീയല്ലേ ഒച്ച വെച്ചത്? ഓ അതോ, എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി, അതാ. അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ.
എവിടെ പോന്നു മോളെ? അമ്മ അത് അയൽ നിന്ന് തുണിയെടുക്കാനാ. മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹം വിടൂല. അമ്മ ആള് മാറിയേ. അത്രയ്ക്കായല്ലേ? റോഡിലൂടെ സമയത്ത് നടക്കുമ്പോ വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. നിനക്ക് ഓർമ്മയുണ്ടോടാ, നമ്മള് വല്ലൊരു മാവിനും തെങ്ങിനും ഒക്കെ കലരിഞ്ഞിട്ട് തേങ്ങയും മാങ്ങയൊക്കെ തിന്ന ഓർമ്മയില്ലേ? അതൊക്കെ ഭയങ്കര രസമായിരുന്നില്ലടാ. പോയപ്പോ ആ രസമൊക്കെ പോയടാ. എന്റെ പൊണ്ടാട്ടിയടാ. അവള് ഇവന്റെ പൊണ്ടാട്ടിയല്ല, പാമ്പാട്ടിയാ. ചില പാമ്പാട്ടികളൊക്കെ മകടൂര് പാമ്പിനെ വിളിച്ചു വരുത്തില്ലേ, അതുപോലെ ഇവനങ്ങനെ വീട്ടിൽ അല്പം ചെല്ലാൻ വൈകി കഴിഞ്ഞാൽ ഫോണിലൂടെ വിളിച്ചു വരുത്തും ഇവന്റെ പാമ്പാട്ടി എന്നുള്ള പൊണ്ടാട്ടി. എനിക്ക് പണ്ടത്തെ മാവിലെ കലറിഞ്ഞൊരു മാങ്ങ ഒഴിക്കും. അതെന്താ ഒരു കല്ലെടുത്ത് കൊടുക്കടാ. ഏതൊരു ചെറിയ നമ്മുടെ കിഷോറല്ലേ, ഒരു കല്ലെടുത്ത് കൊടുക്കണം. എന്താ പണിയാ കാണിച്ചേ? പറഞ്ഞ മാവിലേക്ക് അറിയാനാടാ പറഞ്ഞത്. പോലീസ് ജീപ്പിനിട്ട് അറിയാനാടാ പറഞ്ഞത്. പോലീസ് ജീപ്പ്? പോലീസ് ജീപ്പ് കല്ലറ നിനക്കൊക്കെ അത്ര ധൈര്യമാടാ. പിടിച്ച് കേരള. ശരി സർ. അവനെ കൂടെ പിടിച്ച് കേരള ഉണ്ടല്ലോ. ഇറങ്ങി വേടാ. അവന്മാരെ പിടിച്ച ആദ്യ കേട്ടതാ. ഞാനൊന്ന് ഇടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ചു ദിവസമായി. വണ്ടിക്കുള്ളിൽ ആരും അറിയണ്ട, നമുക്ക് ചെന്നടിക്കണം. അപ്പൊ ഇവന്മാരാ എന്തായാലും നമുക്ക് അകത്ത് നിന്നിട്ട് പറയാ. ഇതും റെഡി വണ്ടിയാ. സാറിന്റെ ഇടി നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രതികളുടെ മാബോത്തി പിടിച്ചിട്ടുള്ള ഒരു ഇടിയുണ്ട്. ഒരു തന്നെ കരച്ചിൽ പോലും പുറത്തേക്ക് കേൾക്കില്ല. ഇങ്ങോട്ട് മാറിയേക്കടാ. എടാ അവന്മാരെ ഇങ്ങോട്ട് മാറ്റി നിർത്തണോ? ഇങ്ങോട്ട് മാറി നിൽക്കണം. എടാ പ്രതിഭ കറണ്ട് പോയതാണോ അതോ? അതെ സാർ, കറണ്ട് പോയതാണ്. ഇപ്പോഴാ സമാധാനമായ. ബ്യൂറേജിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കണ്ണിന്റെ ഫിലമെന്റ് അടിച്ച് പോകുമ്പോഴേ അറിയത്തുള്ളൂ. യുവമാരെ ഇടിക്കാൻ എനിക്ക് കറണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. അടിച്ചത്? അയ്യോ സുധി, നിനക്കിട്ടാണ് അടി ഉണ്ടായത്? എന്നാരും ഇടിച്ചില്ല, ഞാൻ സ്മോൾ അടിക്കുക. എനിക്കിട്ടാണോ കൊണ്ട് ആരാ നിർത്ത്? അയ്യോടാ, ആ സാറായിരുന്നു. അപ്പൊ ഇതാണല്ലേ എസ് ഐ സാറിന്റെ വാബുത്തി പിടിച്ചുള്ള ഇടി? എന്റെ പൊന്നു മരുമോനെ, എന്റെ മോൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് നീ.
ഇവൾക്ക് നീ ചെലവിന് കൊടുത്തില്ലേലും വേണ്ടില്ല, കുറച്ച് മനസമാധാനം കൊടുത്താ മതി. ഈ പിത്തക്കാടി ഏതാടാ? ഇവൻ വാസ്കോഡ ഗാമ. ആഹാ, ഇന്നലെ ഇവിടെ കാലൂത്തി. ഈ വാസ്കോഡി ഗാമയും ബില്ലാദിനൊക്കെ ഇപ്പൊ അങ്ങ് അകത്ത് കിടന്നേനെ. ഈ നിൽക്കുന്ന ഹിറ്റ്ലറെ നിങ്ങളില്ലാതെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നിന്നെയൊക്കെ പുറത്തിറക്കിയത്. എന്റെ മോൾ ഇവിടെ കിടന്ന് കണ്ണീര് കുടിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടാ. അല്ല, നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടോടാ? മനുഷ്യജന്മാണെന്ന് പറഞ്ഞ് നടക്കുന്ന കച്ചറകള്. ഇനി നീയൊക്കെ കാരണം എന്റെ മകള് കരഞ്ഞെന്ന് അറിഞ്ഞ നിന്നെയൊക്കെ തല്ലിക്കൊന്ന് കഷണം കഷണമാക്കിയിട്ട് കായലിൽ താത്തുകളെ ഞാൻ പറഞ്ഞാടാ. ഓരോ ഓമാർ ഓരോ വേഷം കിട്ടി ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുക്കാൻ വേണ്ടി. എന്റെ അമ്മായിപ്പന ആളൊരു തറവാടിയാണ് കേട്ടാ. ആന്ധ്ര തറ വർത്താനല്ലേ അങ്ങനെ വായിന്നു വന്നത്. അയാൾ എവിടേക്കെങ്കിലും പോട്ടറ, നിങ്ങൾ വാ. നല്ല മനുഷ്യൻ. എനിക്കില്ലാതായി പോലും ഇതുപോലെ അർത്ഥം. ഹത്തവാക്യങ്ങൾ. അതെ, നീ ഇതെങ്ങോട്ടാ? സുധിയുടെ ഭാര്യയുടെ വായിലേക്കാണെന്ന് കേട്ടണ്ട? ഇല്ല. എന്നാ ചെല്ല്. എടാ എനിക്ക് വിശക്കുന്നു. കേറി ചെല്ലേ, വയറ് നിറയെ കേക്കാം. പാവം കിട്ടിയ കൊച്ചറകളെയും കൂടി നടക്കോ ഇങ്ങനെ? എന്റെ കൂട്ടുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോ. ഞാൻ ഇനി പറയല്ല ചെയ്യാൻ പോകുന്നേ. പിന്നെ അവരിങ്ങോട്ട് വരട്ടെ, ശരിയാക്കി തരാം. നീ ഒരു കൊല്ലും ചെയ്യലടി. ഈ പെണ്ണുമ്പിള്ള ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്തത്. അവരെന്ത് ചെയ്തിട്ടാ? അവര് കാരണം ലൈമേങ്ങ് വന്നില്ലേ? വെറുതെ ഇരിക്കട്ടോ. പച്ചമുളക് നിമിണ്ടാണ്ടിരിക്കുന്നേ. കാബേജ് ചുമ്മാരി മതിയാ. ഇത് മോശം കേട്ടോ. കറണ്ടമായി നിന്റെ വേഗം എടുക്കടോ. ഏയ്, എന്താ ഇത്? അതെ, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. എന്ത് പറ്റിയെന്ന് പറയൂ. പുതിയ ആളാ? ആള് പഴയത് തന്നെ, ഇവിടെ ഇപ്പൊ പുതിയ ആണെന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാ മതി, അപ്പൊ കറണ്ട് പോവും. പിന്നെ ഈ പാടാ, പോസ്റ്റ് കുലുക്കണം കറണ്ട് വരാൻ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ കുലുക്കേ? എപ്പോഴും എങ്ങനെയാ, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ടല്ലേ? ഇവിടെ പല സ്ഥലത്തും കറണ്ട് വരാറേ ഇല്ല. ഏയ്, ഇതൊന്നും നോക്കിട്ട് പോ. എന്ത് നോക്കാനാ? ജാംബോന്റെ കാലത്തെ കണക്ഷനാ. ഏയ്, അത്ര പഴക്കൊന്നുമില്ല. അന്നൊന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. പഠിക്കാൻ ബുക്ക് തുറക്കേണ്ട താമസം. അപ്പൊ വരും കാറ്റ്, കറണ്ടും പോവും. പ്ലീസ് ഒന്ന് നോക്കിട്ട് പോകൂ. ആ, ഏതായാലും ഞാനൊന്ന് നോക്കാം. താൻ അവിടെ പോയി നില്ല്, കറണ്ട് വന്നാ പറയണം. ആണടാ, എനിക്ക് വട്ട് തന്നെയാ. നിന്നോട് ആര് പറഞ്ഞു പോസ്റ്റുകാരൻ? അതെ, നിങ്ങളുടെ അനുഭവമൊന്നും വേണ്ട, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. അയ്യടാ, താൻ എവിടുത്തെ ലൈൻമാൻ ആയാലും കൊള്ളാം, തന്റെ ലൈനൊന്നും ഇവിടെ വേണ്ട. പോസ്റ്റ് കയറിയിരുന്ന് എന്റെ മക്കളുടെ നേരെ കണ്ണും കൈയും കാണിച്ചാലുണ്ടല്ലോ, എറിഞ്ഞിട്ട് കണ്ണാൻ പൊട്ടിക്കും. അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പോസ്റ്റ് കയറിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോസ്റ്റിൽ കയറുന്ന ലൈൻമാന്റെ പണിയാ. ആവശ്യമുണ്ടെങ്കിൽ അവൻ ഏത് പോസ്റ്റിലും കയറും. ഒരു ലൈൻമാന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ IPC 48A ബ്രീച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മ അറിയാതെ. എന്താ അറിയാതെ? നീ പോടിയകത്ത്. ഒന്നിങ്ങോട്ട് മാറിയ. അമ്മ, കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അയാൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വരും, കാറ്റടിക്കുമ്പോ വരും. ഇതേ ലൂസ് കോണ്ടാക്റ്റാ. അമ്മയ്ക്ക് സമാധാനമായല്ലോ അയാളെ പറഞ്ഞു വിട്ടപ്പോ. പോട്ടടി,
ഒരു ലൈൻമാൻ പോയാൽ വേറൊരുത്തം വരും, അതും അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ വരും. വരും വരും. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വരും. ആരെ കണ്ടാലും അമ്മയ്ക്ക് ഇപ്പൊ സംശയ. അതേടി, എനിക്ക് ഇവന്മാരെ സംശയം തന്നെയാ, പ്രത്യേകിച്ച് ഈ ലൈൻമാൻമാർ. എന്താ ഫലം അറിയണം? കൊച്ചുപിള്ളേർക്കും ഭാവി അറിയാവുന്നേ ഉള്ളൂ. ഞാൻ തത്തയെ കാണാൻ വന്നാ, ഞാൻ പറഞ്ഞ തത്ത ചീട്ടെടുക്കൂ. നിന്റെ മോഹം കൊള്ളാലോ. നിനക്ക് തത്തയെ അത്രക്ക് ഇഷ്ടമാ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഈ തത്തയെ നോക്കി കുറച്ചേരെ ഇവിടെ ഇരി. ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. പിന്നെ പൂച്ചയുടെ ശല്യമുള്ള സ്ഥലമാ, സൂക്ഷിച്ചോണം. നാറാവുന്നതിന്റെ പരമാവധി നാറി, എന്നിട്ടും വിട്ടുപോണ മട്ടില്ലല്ലോ. അതെങ്ങനാ വിട്ടാലിനെ അടുത്തെങ്ങാനും കയറാനൊക്കൂ? അത് ശരിയാ, അള്ളിപ്പിടിച്ചിരിക്കല്ലേ. ഒരു ലൈറ്റ് ചായ, കൂരിയും കുറെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെന്നേ ഉള്ളൂ. കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കലാണ് എന്റെ ലക്ഷ്യം. അത് പിന്നെ ആർക്കാ അറിഞ്ഞൂടാത്തത്? മോനെ രാഷ്ട്രീയത്തിൽ ഇറക്കാനുള്ള അണിയറ നീക്കം ഇപ്പോഴേ തുടങ്ങിയില്ലേ? എന്തായാലും മന്ത്രിസഭയ്ക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നുള്ളതാ. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പ്രകൃതിക്ഷോഭമായിട്ടും വർഗീയ ലഹളയായിട്ടും ഓരോന്നൊന്ന് വീണ് കിട്ടുന്നുണ്ടല്ലോ. അത് നേരാ, തള്ളി താഴെയിടാൻ നമ്മുടെ നേതാക്കന്മാർക്കും താല്പര്യമല്ലോ. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു സംഭവ വികാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനൊരു ജ്യോത്സ്യനാ, അതുകൊണ്ട് പറഞ്ഞത്. വന്നേ ചോദിക്കട്ടെ. ഏയ് കാശിന് കൊടുക്കണ്ട, ദമരാ നാളെ ചായ. എന്താ ജോത്സ്യന്റെ പേര്? ബാലഗോപാലൻ. ഒരാഴ്ചക്കുള്ളിൽ എന്ത് സംഭവ വികാസമാണ് ഉണ്ടാകാൻ പോകുന്നെന്ന് പറയാമോ? അത് ഞാൻ ഇപ്പൊ തെളിച്ചു പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു സൂചന. ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ദേവി ഇത് എന്നോട് കുത്തി കുത്തി ചോദിക്കരുത്, ഞാൻ പറഞ്ഞു പോകും. ഒരാഴ്ച വരെ ഒന്ന് ക്ഷമിക്കേ, അപ്പൊ എല്ലാം മനസ്സിലാവുമല്ലോ. വരട്ടെ. ശരി. ഇത്തരം ലക്ഷണമൊത്ത സ്ത്രീകൾക്ക് ഈ വിശ്വപ്രകൃതിയുടെ സംക്രമങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. വിട്ടുകളെന്നാണ് ബുദ്ധി. നാം പരതാരങ്ങളെ കണ്ട് മോഹിച്ചു അപഹരിച്ചു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ അന്തഃപുരത്തിൽ തന്നെയുണ്ട്. മോഹിച്ചതും അപഹരിച്ചതും ശരിയാണ്, പക്ഷേ അധർമ്മം ചെയ്തു എന്ന ചിന്ത നമുക്കില്ല. രംഭയുടെ ദിവ്യലാവണ്യം അരക്കൻ അപ്രാപ്യമല്ലെന്ന് നാം തെളിയിച്ചു. അവൾ ശപിച്ചിരിക്കാം. അവളെ മോഹിക്കാതിരിക്കുന്നവൻ പുരുഷജാതിയിൽ പെടുന്നില്ല. അവൾക്ക് സമാനമായി പിന്നീട് ഒരു സ്ത്രീയെ മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. അവളാണ് സീത, ലക്ഷണമൊത്തവൾ. അവളെ വേട്ടത് ആരുമായിക്കൊള്ളട്ടെ, ആ കൗസ്തുഭം ലങ്കയ്ക്ക് മാത്രം ചേർന്നതാണ്. ലങ്കേശ്വരൻ മോഹിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. അഹിതമെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷേ നാം അത് കാര്യമാക്കുന്നില്ല വിഭീഷണൻ. ഇപ്പൊ വേണ്ട, പുറത്തോട്ട് വരും, അപ്പ ചോദിക്കും. മൂലകത്തിലും നാം സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അപ്സര സുന്ദരിമാർ, യക്ഷ തരുണിമാർ, വരണലോക വിലാസിനിമാർ. അവരിൽ ചിലർ നമ്മുടെ അന്തഃപുരത്തിൽ പാർക്കുകയും ചെയ്യുന്നു. ചിലർ നമ്മുടെ മാനം കാക്കുന്ന ഉണ്ണികൾക്ക് അമ്മമാരുമായി. വാതിൽക്കലൊക്കെ നോക്ക്. അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത് മൂലകങ്ങളിൽ അമൂല്യമായ മൂലകങ്ങളിൽ അമൂല്യമായ ഏതെന്നുണ്ടോ അത് ലങ്കയിൽ ഉണ്ടാവണം. മറ്റെല്ലാം ലങ്കയ്ക്കുണ്ട്. സമസ്ത സൗന്ദര്യവും സമ്പൽ പ്രൗഢികളും. സീതയും ലങ്കയ്ക്ക് തന്നെ വേണം. നേരം ആയാലോടാ നിന്റെ ഒരുമാതിരി ആലോചന ശൃംഗാരം തുടങ്ങിയിട്ട്.
നിന്റെ രാവണ വേഷം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ടാണല്ലോ കൺഗ്രാജുലേറ്റ് ചെയ്തത്. എന്ന് കരുതി അവൾ വീണിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളാം. ഇതാണ് അസൂയ. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ തെളിയിച്ചാൽ നീ എനിക്ക് എന്ത് തരും? നീ ഇങ്ങനെ കൂടെ കൂടെ എന്ത് തരും എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ എടുത്ത് വെച്ച് തരും? എന്റെ അമ്മായിയപ്പന്റെ വക ഒരു നാഷണൽ ഹൈവേ കിടപ്പുണ്ട്, അത് നിനക്ക് എഴുതി തരാം. നീ അതാർക്ക് എഴുതി കൊടുക്കല്ലേ? കുറച്ചു കാലം കഴിഞ്ഞ് നീ വഴിയാധാരം ആവുമ്പോ നടക്കാനൊരു റോഡെങ്കിലും വേണ്ടേ? അത് രാവിലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നാ നിനക്ക് റോൾ ഒപ്പിച്ചേരാന്ന് ജാഫർ ഷെരീഫ് പറഞ്ഞിട്ടില്ലേ? അധികം കോമഡി അടിച്ച് ക്ഷീണിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്.